അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും ഏകാന്തവാസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന, ഇന്നും ഒരുപാട് ജനങ്ങളുടെ ആശാകേന്ദ്രമായ പാലക്കാട് ജില്ലയിലെ നേർച്ചപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്കറാത്ത് മലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 369ാമത്തെ എപ്പിസോഡ്. ഇത് കിഴൂർ റോഡ്, പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ ഈ കിഴൂർ റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഈ കാണുന്ന റോഡിലൂടെ അല്പം സഞ്ചരിച്ചാൽ ചക്കറാത്ത് മല എന്ന ജാതി മതഭേദമന്യേ അനേകം ആളുകളുടെ ആശാകേന്ദ്രമായ ഈ നേർച്ചപ്പാറയിലെത്താൻ കഴിയും. ഇത് ചെറിയ ഒരു മലയാണ്. ഏകദേശം 100 പടിയിലധികം കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലെത്തിച്ചേരാൻ. മുകളിൽ മക്ബറകളൊന്നും ഇല്ലെങ്കിലും പല മഹാന്മാരും ഇബാദത്തിലായി ഏകാന്തവാസം അനുഷ്ഠിച്ചിരുന്ന ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് മുകളിലുള്ളത്. അതിൻ്റെ ഒരു മഹത്വം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ നാട്ടുകാർ അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇവിടെ എല്ലാ മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ പേരിലുമുള്ള മജ്ലിസുകൾ നടക്കാറുണ്ട്. കൂടാതെ പല നാടുകളിൽ നിന്നും ചെറു സംഘങ്ങളായി പലരും വന്ന് മജ്ലിസ് നടത്തി ദുആ ചെയ്ത് ഭക്ഷണം പാകം ചെയ്തിട്ടൊക്കെ പിരിയാറുണ്ടെന്ന് ഈ നാട്ടുകാർ നമ്മോട് പറഞ്ഞു. നമ്മളിവിടെ എത്തിയ സമയത്ത് ഇവിടുത്തെ ഈ നാട്ടുകാരൻ തന്നെയായ ഒരു അമുസ്ലിം സുഹൃത്തിനെ പരിചയപ്പെട്ടു. ഇവിടെ ഒരുപാട് ആളുകൾ അമുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ എന്തെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിനൊക്കെ ഇവിടത്തേക്ക് ചന്ദനത്തിരിയും മറ്റൊക്കെ നേർച്ചയാക്കിയാൽ ഉടൻ അത് സാധിക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ അവർ വിവരിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മഹാന്മാർ ഇബാദത്തിനായി തിരഞ്ഞെടുത്ത ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ഏകദേശം മുകളിലേക്ക് നമ്മളിങ്ങനെ കയറി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പടികളൊക്കെ കഴിഞ്ഞ് ഇനി പടികളില്ലാത്ത കുറച്ച് ഭാഗം കൂടി കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് മുകളിലെത്താൻ പറ്റും. 100 ചില്ലാനം വരുന്ന പടികളുണ്ടെങ്കിലും വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ നമുക്ക് മുകളിൽ എത്തിച്ചേരാൻ കഴിയും. ഇവിടെ ഇങ്ങനെ ഒരുപാട് മലകളുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അനങ്ങൻ മല എന്ന് പറയുന്ന മറ്റൊരു മല ഉണ്ട്. നമ്മളിപ്പോൾ സിയാറത്ത് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അമ്പംകുന്ന് ബീരാൻ ഔലിയപ്പാപ്പയുടെ മക്ബറ സിയാറത്ത് ചെയ്തിട്ടാണ് നേരെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന മഹാന്മാരിൽ അമ്പംകുന്ന് ബീരാൻ ഔലിയപ്പാപ്പയും വന്നിട്ടുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ജിന്നുകളും ഇബാദത്തിനായി ഇവിടെ എത്തിച്ചേരാറുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ കയറി ഇതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മജ്ലിസുകൾ നടക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതൊക്കെ ഈ ഷെഡും ആ ബിൽഡിങ് കാണുന്നതിൻ്റെ അവിടെ വെച്ചിട്ടാണ് നടക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്ത് അനങ്ങൻ മല എന്ന് പറയുന്ന മറ്റൊരു മല നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതാണ് അനങ്ങൻ മല. മഹാനായ ബീരാൻ ഔലിയപ്പാപ്പ അജ്മീറിൽ നിന്ന് എത്തിയതിന് ശേഷം ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തിരുന്നത് ആ മലയുടെ മുകളിലായിരുന്നു. അതിൻ്റെ മുകളിൽ ബഹുമാനപ്പെട്ടവർ ഇബാദത്ത് ചെയ്ത ഒരു ഗുഹയും മറ്റുമൊക്കെ ഉണ്ട്. അതിന് താഴ്ഭാഗത്ത് ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് ഇന്നും നിലനിൽക്കുന്ന ബീരാൻ ഔലിയപ്പാപ്പയുടെ പത്തായം എന്നറിയപ്പെടുന്നൊരു പത്തായുണ്ട്. ഇൻഷാ അല്ലാ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ പത്തായവും അവിടുത്തെ ഇന്നും നിലനിൽക്കുന്ന കറാമത്തുകളും അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മഹാന്മാർ ഉളൂവിനും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തും വറ്റിപ്പോകാത്തൊരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ആരും അങ്ങോട്ട് പോകാറില്ല എന്ന് ഈ നാട്ടുകാരിൽ നമുക്കറിയാൻ കഴിഞ്ഞു. ഏതായാലും പല മഹാന്മാരുടെയും പാദസ്പർശമേറ്റ ഒരു മണ്ണാണ്. അള്ളാഹു ആ മഹാന്മാരൊക്കെ ബർക്കത്ത് കൊണ്ട് ഈ സ്ഥലങ്ങളുടെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ.